ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടിന് താഴെയായിട്ട് ലെങ്ത് വരുന്ന ഒരു ടോപ്പാണ്. ടോപ്പ് ഫ്രോക്ക് ഏത് രീതിയിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കുട്ടികൾ അങ്ങനെയാണല്ലോ ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സാണ്. 2 പോക്കറ്റൊക്കെ വെച്ചിട്ട് ഓക്കെ, സ്ലീവ്ലെസ് ആണ്. നമുക്ക് നോക്കാം. ഇത് കസ്റ്റമൈസേഷനാണ്. നമുക്ക് അളവുകൾ നോക്കാം. ഞാനിത് 4ആയിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഓപ്പണിംഗ് ആയിരുന്നു, ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ട ഓപ്പണിംഗ് ആണ്. അപ്പോൾ പീസ് കുറവായത് കാരണം ഇവിടെ നമുക്ക് പീസ് വേറെ വെച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴുത്തകലം എടുക്കുന്നത് 3 ഇഞ്ചാണ്. കാരണം ബാക്ക് നെക്ക് അധികം ഇറക്കണില്ല. 3 ഇഞ്ച് ഒരു 2.5 ഇഞ്ച്. ഓക്കെ, അതിൻ്റെ ഷോൾഡർ വരുന്ന 15 പക്ഷേ 7 ഇഞ്ച് എടുക്കുന്നുള്ളൂ. സ്ലീവ്ലെസ് ആണ്. താഴേക്ക് ഞാൻ 6 എടുക്കുള്ളൂ. ഓക്കെ, ഒമ്പതേ മുക്കാൽ മീൻസ് എൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്ന കറക്റ്റ് ചെസ്റ്റ് വരുന്നത് 34 കേട്ടോ. അപ്പോൾ 34 നമ്മൾ 8 ഇഞ്ച് ലൂസ് കൂട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ അത് 34 8 42. അപ്പോൾ നമുക്ക് വരുന്നത് 10.25 വരുന്നത്. അപ്പോൾ ഞാൻ 9.25 മതി. അതിനധികം ഒരുമാതിരി മെലിഞ്ഞ കുട്ടിയാണ്. 10 എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൻ്റെത് വീനക്കായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 6.5 ഇങ്ങനെ വളച്ച് ഇങ്ങനത്തെ വീയാണ് കേട്ടോ. അത് സ്റ്റിഫയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനാണ്. അല്ലെങ്കിൽ ഫ്രണ്ടിലാണത്. ഇവിടെ ഓപ്പൺ ഇട്ടേക്കാണ്. പീസ് ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതിയല്ലോ. ആം ഹോൾ നമ്മൾ കറക്റ്റ് ആം ഹോൾ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ആം ഹോൾ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വരും. ഇവിടുത്തെ വണ്ണം നമ്മൾ എടുത്തു. അത് കഴിഞ്ഞു. വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 14. 14 വേസ്റ്റിൻ്റെ അവിടുത്തെ ലെങ്ത് എടുത്തിട്ട് കട്ട് ചെയ്യണം കേട്ടോ. 9 ഇഞ്ച് മതി. പോക്കറ്റിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു 17.5 വരുന്നത് കേട്ടോ. അവിടുന്ന് 6 ഇഞ്ച് എടുത്തിട്ട് പോക്കറ്റ്, ഇവിടെ ഇപ്പോൾ പോക്കറ്റിന് പീസില്ല. അപ്പോൾ നമ്മൾ വേറെ എടുത്തു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെയാണ് വരച്ചേക്കുന്നത്. ഇവിടെയാണ് പോക്കറ്റിൻ്റെ സ്ഥാനം വരുന്നത്. താഴെ ഇങ്ങനെ വന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് ഓപ്പൺ ആയിട്ട്. ഓക്കെ, ഈ ടോപ്പ് തയ്ച്ചു കഴിഞ്ഞു. കണ്ടോ, ബട്ടൺസ് ഒക്കെ വെച്ച് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ്. 2 പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളുടെ ടോപ്പാണ്. മീൻസ് ഇപ്പം പാൻറ് വേണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ അധികം ഫ്ലെയർ ഇല്ലാണ്ട് സ്ലീവ്ലെസ് ആണ്. പോക്കറ്റൊക്കെ വെച്ചിട്ട് ഓക്കെ. കണ്ടോ, ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ടോപ്പായിട്ട് മാത്രം ഉപയോഗിക്കാം. ജീൻസിൻ്റെ ടോപ്പായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് ഫ്രോക്ക് പോലെ ഉപയോഗിക്കാം. ഓക്കെ ഓക്കെ, ബൈ. അപ്പോൾ അതിനു മുമ്പ് ഈ ആരി വർക്ക് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. അത് ആരി വർക്കിൻ്റെ ആണ് കേട്ടോ. ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ നമ്പർ ആഡ് ചെയ്തേക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി എൻ്റെ നമ്പറും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. 2 നമ്പർ ഞാൻ പ്രത്യേകം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പല മോഡൽ ജീൻസിൻ്റെ ടോപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതുപോലെ ചെയ്തു തരാം. ഈ തുണി തന്നെ വേണമെങ്കിൽ അങ്ങനെ, വേറെ ഡിസൈൻസ് ആണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക്